തലസ്ഥാനത്തെ അധോലോകത്തെ തകർക്കാൻ ഓപ്പറേഷൻ ബോൾട്ടിന് തുടക്കമായി. ഗുണ്ടാലഹരി സംഘങ്ങളെ പിടികൂടാൻ തിരുവനന്തപുരത്ത് പോലീസിന്റെ വ്യാപക പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള 40ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തലസ്ഥാനത്തെ ഗുണ്ടാലഹരി സംഘങ്ങളെ പിടികൂടാൻ ഓപ്പറേഷൻ ബോൾട്ടിന് പോലീസ് തുടക്കം കുറിച്ചത്. ഇന്നലെ രാത്രി സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. ഗുണ്ട വിളയാട്ടം നടക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ, ലഹരിമരുന്ന് മാഫിയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായി 40ഓളം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ള 200-ലധികം ആളുകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. നേരത്തെ തയ്യാറാക്കിയ ക്രിമിനൽ പട്ടികയിലുള്ളവർ അതാത് സ്റ്റേഷനുകൾ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്താൻ DGPയും നിർദ്ദേശം നൽകി. കൊടും കുറ്റവാളികളെ ജില്ല കടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോവളത്തെയും കഴക്കൂട്ടത്തെയും മയക്കുമരുന്ന് ഇടനിലക്കാരെയും നിരീക്ഷിച്ചു വരികയാണ്. പ്രാവച്ചമ്പലത്ത് നടന്ന പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതും കർശനമാക്കിയിട്ടുണ്ട്. പോലീസും ആന്റി നാർക്കോട്ടിക് സെല്ലും ഷാഡോ ടീമും സംയുക്തമായിട്ടാണ് റെയ്ഡ് നടത്തുന്നത്. എന്നാൽ ശ്രീവരാഹത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി അർജുനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് സംവിധാനം പാളുകയാണെന്നാരോപിച്ച് BJP ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ശ്യാമാർ ബാബു, മീഡിയ 1, തിരുവനന്തപുരം.